സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 റൗണ്ട് 4 മാച്ച് നമ്പർ 12. ഫോർസ കൊച്ചി FC നേരിടുന്നു തൃശൂർ മാജിക് FC. ആവേശഭരിതമായ മത്സരത്തിലേക്ക് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ 4ാം റൗണ്ടിന്റെ അവസാന മത്സരത്തിലേക്ക് മാച്ച് നമ്പർ 12ലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഫോർസ കൊച്ചി FC വേഴ്സസ് തൃശൂർ മാജിക് FC. ആവേശകരമായ മത്സരം, ആവേശഭരിതമായ മത്സരം. പന്തുമായി മുന്നോട്ട് നീങ്ങുന്ന ജേഴ്സി നമ്പർ 8 ഗാർസിയ. ബോക്സിനകത്തേക്ക് ഗാർസിയ നൽകിയ ഒരു ക്രോസ് ആണ്. രണ്ട് താരങ്ങൾ അവിടെ വന്നു. ആ പന്ത് കണക്ട് ചെയ്യാൻ സജീഷാണ് താഴെ വീഴുന്നത്. ഒരു ലോങ് റേഞ്ച്, ഗോൾ കീപ്പറുടെ മുന്നിൽ പിച്ച് ചെയ്ത പന്ത്. ടേക്ക് എ ഡേഞ്ചറസ് ബൗൺസ്. ഒരു വിധത്തിലാണ് ഗോൾ കീപ്പർ അതിനെ മാനേജ് ചെയ്യുന്നത്. നല്ലൊരു ബോൾ പാസ്. ജിയാദിന്റെ ക്രോസ്, ബ്രില്യന്റ് ഫുട്ബോൾ. മുഹമ്മദ് ജിയാദ്, ജേഴ്സി നമ്പർ 18, അദ്ദേഹത്തിന്റെ ഇടത് വിങ്ങിൽ നിന്നുള്ള ഒരു പവർഫുൾ ക്രോസ്. വീണ്ടും ഷോർട്ട് കോർണർ ആക്കി എടുക്കുന്നു. സെക്കൻഡ് കോർണർ മാജിക്കിന്റെ എസ്കെ ഫയാസ്, ബ്രില്യന്റ്. ബോക്സിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഇവാൻ മാർക്കോവിച്ച്, അദ്ദേഹത്തിന് നല്ലൊരു ഫ്ലിക്കിംഗ് ഹെഡർ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫോർസ കൊച്ചി ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നേനെ. ഇബൻ അജയന്റെ പന്ത് ചെസ്റ്റിൽ ഡ്രാപ്പ് ചെയ്ത് മുന്നിലേക്ക് നൽകുന്ന കെവിൻ. ലെനി റോഡ്രിഗസ്, നല്ലൊരു ട്രൈ ആണ് ലെന്നിയുടെ. ഗോൾ കീപ്പർ തന്റെ ഇടത് ഭാഗത്തേക്ക് ഒരു ഫുൾ ലെങ്ത്തിൽ ഡൈവ് ചെയ്യേണ്ടി വരുന്നു, പക്ഷേ പന്ത് വെളിയിലേക്ക് പോകുന്നു. ലെന്നിയുടെ നല്ലൊരു ഓവർ ഹെഡ് ബോൾ. ബോക്സിനകത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ റൺ നടത്തുന്നത് നവീൻ കൃഷ്ണയാണ്. നല്ലൊരു ഡിഫ്ലക്ഷനും ഉണ്ട് ആ ഷോട്ടിൽ. അതുകൊണ്ടാണ് ഗോൾ കീപ്പർ കമാലുദ്ദീന് അതൊന്ന് അല്പം പ്രയാസപ്പെടേണ്ടി വന്നത്. ഇവാൻ മാർക്കോവിച്ച് അവിടെ ഒരു ഫ്രീ കിക്ക് കൺസീഡ് ചെയ്യുകയാണ്. തൃശൂർ മാജിക്കിന് അനുകൂലമായി കെവിനാണ് താഴെ വീഴുന്നത്. കെവിനിലൂടെ തൃശൂർ മാജിക്കിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. മാർക്കസ് ജോസഫ് തയ്യാറെടുക്കുന്നു. 32ാമത്തെ മിനിറ്റ്. മാർക്കസ് പക്ഷേ വളരെ കാഷ്വൽ ആയിട്ട് എടുത്ത ഫ്രീ കിക്ക് എന്ന് പറയണം. അത് ബ്ലോക്കിൽ തട്ടിത്തെറിക്കുന്നു. ആൻഡ് ദ റീബൗണ്ട്, ലോങ് റേഞ്ച്. അതൊരു 1.5 അടിയായിരുന്നു. ഐ തിങ്ക് ലെനി റോഡ്രിഗസ്, വാട്ട് എ ഷോട്ട്. തിരികെ എസ്കെ ഫയാസ് അവിടെ നിന്ന് ഒരു കർവിംഗ് ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. ആൻഡ് ക്രോസ് വരുന്നു. ഓൾമോസ്റ്റ് ഗോൾ. ഐ തിങ്ക് മാർക്കസ് ജോസഫ്, ഗോൾ കീപ്പറുടെ സേവ് ആണ്. ഗോൾ ലൈൻ, ഗോൾ മുഖത്ത്. ഫോർസയുടെ മുന്നേറ്റം ഇടത് വിങ്ങിൽ നിന്നും ചാൻസ്. ഒന്ന് നോക്കുക, ഏറ്റവും സുന്ദരമായി കിട്ടിയ അവസരമാണ്. ആ രണ്ട് ആദ്യം ഡഗ്ലസ് അതിനെ കണക്ട് ചെയ്യാൻ വിട്ടു. തൊട്ടു പിന്നാലെ ഇദ്ദേഹം ജേഴ്സി നമ്പർ 14 ഫോർസ കൊച്ചിയുടെ സജീഷ്. വളരെ വിചിത്രമായ ഒരു ബോഡി പൊസിഷനിങ് ആണ് അവിടെ സജീഷ് കാഴ്ചവെച്ചത്. വീണ്ടും ഫോർസയുടെ മുന്നേറ്റമാണ്. ബോക്സിനകത്തേക്ക് ഫോർസ കടന്നു വരുന്നു. ഔട്ട്സൈഡ് ദ ബോക്സ്. ഗിഫ്റ്റി ഇൻസൈഡ് ദ ബോക്സ്. ഗിഫ്റ്റി അത് അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴും ഗിഫ്റ്റി പകുതി അടിയും പകുതി ഡഗ്ലസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാസുമാണ് ഇപ്പോഴും. ഷുവർ ഗോൾ ചാൻസ് ആണ് ഇപ്പോഴും നഷ്ടപ്പെടുന്നത് ഫ്രം ഗിഫ്റ്റി. എനിക്ക് മറിച്ചൊരു അഭിപ്രായമല്ല. പകുതി ഷോട്ടും പകുതി പാസും തന്നെയാണ് അത് നടത്തിയത്. ഹാഫ് പാസ്, ഹാഫ് ഷോട്ട്. ആരും ഗോൾ അടിക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് എറണാകുളത്ത് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ. ഈ മത്സരത്തിന്റെ ഇടവേള വിസിൽ മുഴങ്ങിയിരിക്കുന്നു. So half time here in the Maharajas College Stadium in Ernakulam. It is Forza Kochi FC 0, Thrissur Magic 0. രണ്ടാം പകുതിക്ക് തുടക്കമായിരിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് ഫോർസ കൊച്ചി FC 0. തൃശ്ശൂരാണ് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ശബ്ദമാണ് ഈ സ്റ്റേഡിയത്തിൽ ആദ്യ പകുതി മുഴുവൻ. ബ്രില്യന്റ് ഫോർവേഡ് ബോൾ. എസ്കെ ഫയാസിന്റെ ക്രോസ്. തൃശൂർ മാജിക്കിന്
ഗോൾ നേടാൻ കഴിയുമായിരുന്ന അവസരമാണ്. കെവിൻ വളരെ പെട്ടെന്ന് ആ പന്ത് നൽകുന്നു. ഗോൾ കീപ്പർ മുർഷിദ് ആദ്യം വരുത്തിയ ഒരു ചെറിയ ഒരു സ്ട്രഗിൾ പോലെ ഫോർസ കൊച്ചിയുടെ യുവ ഗോൾ കീപ്പർ മുർഷിദിന്റെ പ്രകടനം തകർക്കാൻ വന്ന നിജോ. ഗിഫ്റ്റി നിജോ, നല്ലൊരു ബോൾ പാസ്, നിജോയുടെ ക്രോസ്. നല്ല ഗെയിം കളിച്ചു ഇത്തവണ. ഒരു 3-man മൂവ് ആയിരുന്നു, പക്ഷേ 6 യാർഡ് ബോക്സിനകത്ത് അത് ഫിനിഷ് ചെയ്യേണ്ട ഡഗ്ലസിന് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നിരാശനാകുന്നു കോച്ച്. നല്ലൊരു മുന്നേറ്റം. തൃശൂർ മാജിക്, ഓ ബ്രില്യന്റ്. ഗോൾ കീപ്പർ സേവ് ആണെന്ന് തോന്നുന്നു. അത് വെളിയിലേക്ക് തന്നെയാണ് ആ പന്ത് പോയത്. വീണ്ടും തൃശൂർ മാജിക്കിന്റെ ഭാഗത്തു നിന്നാണ് അടി വരുന്നത്. വീണ്ടും ആ പന്ത് സെക്കൻഡ് ബോൾ വീണ്ടും ഫോർസിലേക്ക് വരുന്നു. നിജോ ഗിൽബർട്ട്. ഇത്തവണയും ഇത്തവണ എനിക്ക് തോന്നുന്നു ബിപിൻ അജയന്റെ ഹെഡർ ക്ലിയറൻസ് ആണെന്ന് തോന്നുന്നു. റൊമാരിയോ, യശുരാജ്, റൊമാരിയോയുടെ ത്രോയിനായിരുന്നു. ഇപ്പോൾ നല്ലൊരു ഡഗ്ലസിന്റെ പുറകിൽ ഒരു ഡിഫൻഡറുടെ ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ഡിഫൻഡറെ മാറ്റി തന്റെ ഇടതുകാലിലേക്ക് പന്തെടുത്ത് കറക്റ്റ് ആംഗിളിലേക്ക് തന്നെയാണ് അടിച്ചത്. പക്ഷേ ഗുഡ് സേവ് ഫ്രം ദ തൃശൂർ മാജിക് ഗോൾ കീപ്പർ കമാലുദ്ദീൻ. നല്ലൊരു മുന്നേറ്റം. ഫൈസൽ അലിയുടെ ഒറ്റയാൾ മുന്നേറ്റം. പക്ഷേ ഗോൾ കീപ്പർ മികച്ച സേവിലൂടെ, ഗോൾ കീപ്പർ മുർഷിദിന്റെ മികച്ച സേവ് ഫോർസ കൊച്ചിയെ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു ക്രോസ് വരുന്ന, ആ ക്രോസിലേക്ക് എന്തൊരു ദുർബലമായ ഫൈനൽ ഹെഡറാണ് നോക്കുക ഫ്രം മാർക്കസ് ജോസഫ്. ആ പന്ത് വരുമ്പോൾ എന്ത് മനോഹരമായ ഒരു ക്രോസ് ആണ് ബിപിൻ അജയൻ നൽകിയത്. ബിപിൻ അജയൻ ആണ് അവിടെ. ഓ ലവ്ലി പാസ് ആണ് ഇൻസൈഡിലേക്ക്. ചാൻസ് ആൻഡ് ഗോൾ! ഓ തൃശൂർ മാജിക് മുഹമ്മദ് അഫ്സൽ പകരക്കാരനായി വന്ന 1 മിനിറ്റ് മുൻപ് മാത്രം പകരക്കാരനായി കളിക്കളത്തിലേക്ക് വന്ന ജെർസി നമ്പർ 17 മുഹമ്മദ് അഫ്സൽ തന്റെ തൊപ്പിക്കുള്ളിൽ നിന്നും ഇതാ ഗോൾ എന്ന മാന്ത്രിക ഗോളിനെ വെളിയിലെടുക്കുന്നു. ഈ ഒരു മുന്നേറ്റം കൂടി നോക്കാം. ഒരവസരം തട്ടിത്തെറിച്ച് വന്ന പന്താണ്, ഒരു ഹെഡർ പാസ് ആണ്. പക്ഷേ പന്ത് പിടിച്ചെടുക്കുകയാണ് കീപ്പർ കമാലുദ്ദീൻ. 4ാമത്തെ തുടർ പരാജയം തുറിച്ചു നോക്കുന്നു ഫോർസ കൊച്ചിയെ. This is the beauty of SLK. So final whistle. സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്ക് തൃശൂരിന്റെ കൊമ്പന്മാർ തലപ്പൊക്കം കാട്ടിയെത്തുകയാണ്. ക്ലൈമാക്സിൽ പ്രതീക്ഷിച്ച എല്ലാ തിരക്കഥകളെയും മറികടന്നിതാ ഫുൾ ടൈം ഹിയർ ഇൻ ദ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം. ഇറ്റ് ഈസ് തൃശൂർ മാജിക് 1, ഫോർസ കൊച്ചി FC 0. What a win for Thrissur Magic. 3 consecutive wins. This is Shaiju Damodaran and Benish Kiran.